ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിൻ്റ്. സോ ഇന്നത്തെ പ്രൊജക്റ്റ് ഡീകോഡ് സെഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MBA ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അഥവാ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷനിലുള്ള MBA കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റ് വർക്ക് കോമ്പണൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. സോ ഒരു പ്രൊജക്റ്റ് വർക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രൊജക്റ്റ് ടോപ്പിക്ക് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗൈഡിനെ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ടോപ്പിക്കിന് അപ്രൂവൽ വാങ്ങുക, സിനോപ്സിസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പ്രൊജക്റ്റ് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, ആർക്ക് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ്. സോ ആ ഡൗട്ട്സിനെല്ലാമുള്ള ഒരു എക്സ്പ്ലെയിനർ വീഡിയോ അഥവാ ആ സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഗ്നോയിൽ പ്രൊജക്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് പ്രൊജക്റ്റ് വർക്കിൻ്റെ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇഗ്നോയുടെ തന്നെ ടെക്സ്റ്റ് ബുക്കാണ് അഥവാ പ്രൊജക്റ്റിൻ്റെ ഹാൻഡ് ബുക്കാണ്. സോ ഇത് വളരെ ഈസി ആയിട്ട് ഈ ഗ്യാൻകോഷ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ മറ്റേതൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെയും സോഫ്റ്റ് കോപ്പി ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രൊജക്റ്റ് വർക്കിൻ്റെയും സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു പ്രൊജക്റ്റ് വർക്കിൻ്റെ ആ ഒരു ഗൈഡ് ബുക്ക് തുറന്ന് വായിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ രീതിയിൽ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൊജക്റ്റ് വർക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് എപ്പോഴൊക്കെ ചെയ്യണം, എന്താണ് അതിൻ്റെ ടൈം ലൈൻ, അല്ലെങ്കിൽ എപ്പോൾ അത് സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ അതിനുള്ള ഉത്തരങ്ങളും ഈ ഒരു പ്രൊജക്റ്റ് വർക്കിൻ്റെ ഗൈഡിലുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ തന്നെ ഇരുന്ന് വായിച്ച് അത് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ തന്നെയും ഡൗട്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562636469 എന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇഗ്നോ പോയിൻറ്റേഴ്സ് എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും യൂട്യൂബിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പക്ഷേ അതേസമയം നിങ്ങൾ വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സംശയം എന്താണോ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത് MBA ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ അവരുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് MHHP 021 എന്ന സബ്ജക്റ്റ് കോഡാണ്. സോ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന എല്ലാവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് ബുക്കാണ്. അപ്പോൾ ഒരു 16 പേജസ് ഉള്ള പ്രൊജക്റ്റ് ഹാൻഡ് ബുക്കാണ്. ഇതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ സ്റ്റെപ്സ് നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് ഇഗ്നോയിലല്ല എവിടെ ചെയ്യുവാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ അതിന് ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്സ്, അല്ലെങ്കിൽ ജനറലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്സിൻ്റെ ഒരു ക്രോണോളജി അഥവാ ഒരു ഓർഡർ നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു ടോപ്പിക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് നല്ലൊരു ടൈറ്റിൽ കൊടുക്കും. അതിനുശേഷം നമുക്കൊരു പ്രൊജക്റ്റ് ഗൈഡ് ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ചെയ്ത് അതിൻ്റെ കണ്ടൻറ്റുകളെല്ലാം കണ്ടെത്തി അതിൻ്റെ കിട്ടിയ ഡാറ്റകൾ, നമ്മൾ ശേഖരിച്ച ഡാറ്റകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ റിസൾട്ടിലേക്ക് എത്തും. പക്ഷേ നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ടോപ്പിക്ക് എടുത്തു കഴിയുമ്പോൾ ആ ടോപ്പിക്ക്, അതായത് നമ്മുടെ സ്പെഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ നമുക്ക് റിസർച്ച് ചെയ്യാം അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ടോപ്പിക്ക് നമ്മൾ എടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ടോപ്പിക്കാണോ നമ്മൾ എടുത്തത് എന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് അറിയണം. അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ അപ്രൂവൽ വാങ്ങണം. അതിനുശേഷം വേണം നമ്മൾ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവരെന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തണം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെടുത്ത അതേ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോയി ഫൈനൽ നമ്മുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊജക്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണ്, അതേപോലെ തന്നെ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇഗ്നോയിൽ നിങ്ങൾ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുവാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ഗൈഡിനെ കണ്ടെത്തുക. അപ്പോൾ ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ആര് പ്രൊജക്റ്റ് ഗൈഡായിട്ട് എടുക്കാം എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല കോഴ്സിനും
ഇഗ്നോയുടെ സൈഡിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു ഫാക്കൽറ്റീനെ പ്രൊജക്റ്റ് ഗൈഡായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില കേസസിൽ ഇഗ്നോയിൽ ഇപ്പോൾ ഒരുപാട് ലേണേഴ്സ് ഉണ്ട്, എല്ലാവരെയും ഒരു ഗൈഡിന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അവരുടെ സൈഡിൽ ഗൈഡ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരിക്കാം. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഒരു 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനൊക്കെ കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് ഇഗ്നോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വർക്കിൻ്റെ കേസിലും അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ആരെ ഗൈഡായിട്ട് ചൂസ് ചെയ്യാം ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലൊരു ടോപ്പിക്ക് കാണുക, നമ്മളൊരു പ്രൊജക്റ്റ് ഗൈഡിനെ കണ്ടുപിടിക്കുക, ആ പ്രൊജക്റ്റ് ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് നല്ലൊരു ടൈറ്റിലും നല്ലൊരു ടോപ്പിക്കും നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഡിസൈഡിങ് ദി ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യുക, അതേപോലെ തന്നെ നല്ലൊരു ടൈറ്റിൽ ഡിസൈഡ് ചെയ്യുക, അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്, അത് ഏത് രീതിയിലുള്ള റിസൾട്ട്സാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ചിന്തിച്ച് ഉറപ്പിച്ച് വെക്കുക. റിസൾട്ട്സിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഞാൻ ഇന്ന രീതിയിൽ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന റിസൾട്ട്സിൽ എത്താൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവണം. സോ ഈ ഐഡിയ തന്നെയാണ് നമ്മൾ സിനോപ്സിസ് ആയിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈഡിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സിനോപ്സിസിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ സിനോപ്സിസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊജക്റ്റ് വർക്ക് എന്താണ് എന്ന് നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അറിയിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ്. സോ ഈ സിനോപ്സിസിൽ കൃത്യമായിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ടോപ്പിക് എന്താണ് എന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ പറ്റണം. അതേപോലെ എന്താണ് നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ ലക്ഷ്യം, ദ റാഷണലി ബിഹൈൻഡ് അവർ സ്റ്റഡി, അതേപോലെ തന്നെ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു പഠനത്തിൽ നമ്മളുള്ളത്, അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഒരു സിനോപ്സിസിലൂടെ പറയാൻ പറ്റണം. അപ്പോൾ ഈ സിനോപ്സിസ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതേപോലെ തന്നെ സിനോപ്സിസിൻ്റെ ഫ്രണ്ട് കവർ എന്തായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഗ്നോയുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വഴിയേ പറയാം. സോ ഈ രീതിയിൽ നമ്മൾ സിനോപ്സിസ് എഴുതി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സിനോപ്സിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ടോപ്പിക്ക് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് ഗൈഡിൻ്റെ ആരാണോ നമ്മുടെ പ്രൊജക്റ്റ് ഗൈഡായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ആ വ്യക്തിയുടെ ബയോഡാറ്റ കൂടി നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും, ഇപ്പോൾ ഇരിക്കുന്ന ഡെസിഗ്നേഷൻ ഏതാണ്, അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്, അവരുടെ ഇമെയിൽ ID, അതേപോലെ തന്നെ അവരുടെ വർക്ക് എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ബയോഡാറ്റ കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. സോ അത് ഈ ബയോഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ബയോഡാറ്റ ഗൈഡിൻ്റെ ബയോഡാറ്റ ഇല്ലാതെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഈ പ്രൊജക്റ്റ് പ്രപ്പോസൽ അഥവാ ഈ സിനോപ്സിസ് അവർ സ്വീകരിക്കുന്നതല്ല. ഈ സിനോപ്സിസിനെ നമുക്ക് പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്നും പറയാൻ പറ്റും. നമ്മളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്, അത് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്തു, ടോപ്പിക്ക് ഡിസൈഡ് ചെയ്തു, അതിനുശേഷം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ആലോചിച്ച് കൃത്യമാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്രൂവലിന് വേണ്ടിയിട്ട് ഈ ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ അഥവാ ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്തു. ആ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രൊജക്റ്റ് ഗൈഡിൻ്റെ ബയോഡാറ്റയും ഡീറ്റെയിൽസും നമ്മൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തു. ഇങ്ങനെ ഇത് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്കും അതേപോലെ തന്നെ നമ്മുടെ ഗൈഡിനെയും അപ്രൂവ് ചെയ്യും. അതാണ് ഒരു നോർമൽ പ്രൊസീജിയർ. ഇനി നമ്മുടെ ടോപ്പിക്കിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് നമ്മളെ അറിയിക്കും. ഇനി നമ്മുടെ ഗൈഡ് നമ്മളെ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് ഈ ഗൈഡല്ല മറ്റൊരു ഗൈഡാണ് നല്ലത് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റങ്ങൾ പറയുന്ന അവസരത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഇപ്പോൾ ടോപ്പിക്ക് മാറ്റണമെങ്കിൽ ആ രീതിയിൽ ടോപ്പിക്ക് മാറ്റിയിട്ട് റീസബ്മിറ്റ് ചെയ്യുക. ഇനി ഗൈഡിനെ മാറ്റണമെങ്കിൽ ആ രീതിയിൽ മറ്റൊരു ഗൈഡിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് പ്രപ്പോസലിന് അപ്രൂവൽ വാങ്ങാനായിട്ട് സാധിക്കും. ഇങ്ങനെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിൻ്റെ പ്രപ്പോസലിന് അപ്രൂവൽ കിട്ടിയെന്ന് വിചാരിക്കുക. പ്രപ്പോസൽ അഥവാ സിനോപ്സിസിന്
പ്രപ്പോസൽ അഥവാ സിനോപ്സിസിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റ് വർക്കിൻ്റെ ഡീറ്റെയിൽസും ഡാറ്റ കളക്ഷനും കാര്യങ്ങളും എല്ലാം തുടങ്ങാം. ഓക്കെ, സോ നമ്മുടെ ടോപ്പിക്ക് റെഡിയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർ ഇപ്പോൾ സർവേ മെത്തേഡിലൂടെ ഡാറ്റ എടുക്കുന്ന രീതിയായിരിക്കാം, ചിലർ ഇൻ്റർവ്യൂസ് വഴിയായിരിക്കാം, കേസ് സ്റ്റഡി വഴിയായിരിക്കാം, അങ്ങനെ പല മെത്തേഡ്സിലാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആളുകളും ഏതാണോ ടോപ്പിക് എടുത്തത് അതിനനുസരിച്ചാണ് ഈ ഡാറ്റ കളക്ഷൻ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക. അതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ റിസൾട്ട്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഫൈനലി നമ്മുടെ പ്രൊജക്റ്റിന് കൃത്യമായിട്ട് നമുക്കൊരു കൺക്ലൂഷൻ ലഭിക്കും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പക്ഷേ ഈ രീതിയിലല്ല നമ്മൾ ഫൈനൽ നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഫൈനൽ റിപ്പോർട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ വേണം. അതേപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ടായിരിക്കും. റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ മെത്തഡോളജിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായിരിക്കും. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയുടെ പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഡാറ്റയുടെ അനാലിസിസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫറൻസസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ ഇൻഫറൻസസും റിസൾട്ട്സും നമ്മൾ കാണിക്കണം, കൺക്ലൂഷൻ കാണിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓരോ പ്രൊജക്റ്റ് റിപ്പോർട്ടും ഏത് രീതിയിലാണ് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഗൈഡ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇൻ ജനറൽ നമ്മളാണെങ്കിലും പ്രൊജക്റ്റ് വർക്ക് എങ്ങനെ നിങ്ങൾക്ക് എഴുതാമെന്നുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ആ രീതിയിൽ ഫൈനൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ എഴുതണം. അപ്പോൾ A4 സൈസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പ്രൊജക്റ്റ് ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇൻ ജനറൽ ദി പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിനോപ്സിസിൻ്റെ അപ്രൂവൽ വാങ്ങാതെ, പ്രൊജക്റ്റ് ഗൈഡിൻ്റെ ഡീറ്റെയിൽസും കൊടുത്ത് അപ്രൂവൽ വാങ്ങാതെ നമുക്കൊരിക്കലും പ്രൊജക്റ്റ് എഴുതാൻ സാധിക്കില്ല. പിന്നെ ഫൈനൽ പ്രൊജക്റ്റ് എഴുതുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ ആർക്കാണ് ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ആർക്കാണ് ഫൈനൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഗൈഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഡയറക്റ്റ് പ്രൊജക്റ്റ് ഗൈഡ് ബുക്കിലേക്ക് പോവാം. ഓക്കെ, കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസി തന്നെ ആദ്യം സിനോപ്സിസ് സബ്മിഷനെ കുറിച്ച് പറയുന്നുണ്ട്. സെലക്ഷൻ ഓഫ് ടോപ്പിക്, സെലക്ഷൻ ഓഫ് ഗൈഡ്, പ്രിപ്പറേഷൻ ഓഫ് സിനോപ്സിസ്, സബ്മിഷൻ ഓഫ് സിനോപ്സിസ്, ഇവാലുവേഷൻ, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് എന്താണ് വരിക, റീസബ്മിഷൻ ഓഫ് പ്രൊജക്റ്റ് പ്രപ്പോസൽ. നേരത്തെ പറഞ്ഞല്ലോ, ചിലപ്പോൾ അപ്രൂവ് ആയില്ലെങ്കിൽ നമ്മൾ റീസബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ സബ്മിഷൻ എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ സബ്മിഷൻ. പിന്നെ പ്ലേജറിസം ഒന്നും നമ്മുടെ റിപ്പോർട്ടിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മറ്റ് റിസർച്ച് പേപ്പേഴ്സിൽ നിന്നോ വേറെ ആരുടെയെങ്കിലും ഒക്കെ കണ്ടൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ കോട്ട് ചെയ്യുകയും ബിബ്ലിയോഗ്രഫിയിൽ അത് കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ്, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് വൈൽ യു ആർ പ്രിപ്പയറിംഗ് ദി പ്രപ്പോസൽ. ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വായിക്കാവുന്നതാണ്. എന്തൊക്കെ ടോപ്പിക്ക് സെലക്ട് ചെയ്യാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ടോപ്പിക്ക്, ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി ആയിരിക്കാം, ഒരു ഇൻ്റർ ഓർഗനൈസേഷണൽ സ്റ്റഡി ആയിരിക്കും, മേ ബി 2 ഹോസ്പിറ്റൽസിൻ്റെ തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻ്റർ ഓർഗനൈസേഷണൽ സ്റ്റഡി ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഫീൽഡ് സ്റ്റഡി ആയിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ പല രീതിയിലാണ് ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിന് ഏത് രീതിയിലുള്ള ഒരു ഡാറ്റ കളക്ഷൻ ആണോ ആവശ്യം, ആ രീതിയിൽ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പല സബ്ജക്ട്സ് ഈ ഒരു MBA കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിലൂടെയൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, തിയറീസ്, ടോപ്പിക്സ് ഒക്കെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഗൈഡിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ ഗൈഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫാക്കൽറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ഡിസിപ്ലിൻ ആയിരിക്കണം, ഇൻ ദ സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ് അറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ MBA വിത്ത്
10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ MD or DNB എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് ഡെൻറ്റൽ, ആയുഷ്, നഴ്സിംഗ്, അലീഡ് ഹെൽത്ത് ക്വാളിഫിക്കേഷൻ വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈ തേർഡ് പോയിന്റിൽ MD or DNB വരുന്ന കേസിലും 3 years എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൽ ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുക, അവർക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. പിന്നീട് അവർ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരെ ഗൈഡായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവരുമായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, എക്സ്പേർട്സ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എംപ്ലോയിഡ് ഇൻ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് എക്സ്പീരിയൻസ്, ഔട്ട് ഓഫ് വിച്ച് 5 years എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ മാനേജീരിയൽ പോസ്റ്റ്. 10 വർഷം എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ 5 വർഷം അഡ്മിനിസ്ട്രേറ്റീവ് അഥവാ മാനേജീരിയൽ പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗൈഡായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇഗ്നോയുടെ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഗൈഡ് ആരാണോ നിങ്ങളുടെ പ്രൊജക്റ്റ് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഫൈനൽ പ്രൊജക്റ്റൊക്കെ വെച്ചതിന് ശേഷം അത് അപ്രൂവൽ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഓണറേറിയം എന്ന രീതിയിൽ 500 rupees ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഗൈഡിന് മോർ ദാൻ 5 സ്റ്റുഡൻസിനെ അറ്റ് എ ടൈം ഒരിക്കലും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് അത് അലൗഡ് അല്ല. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഗൈഡിൻ്റെ കീഴിൽ 5-ൽ കൂടുതൽ ആളുകൾ വരാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരു MBA ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഗൈഡായിട്ട് കിട്ടുവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇഗ്നോയുടെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പല ടോപ്പിക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു MBAയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കിനോട് നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും ഏറ്റവും നല്ലത് ആ ഒരു ഫീൽഡിലെ ഒരു ആക്റ്റീവ് പ്രൊഫഷണലിനെ നിങ്ങൾ ഗൈഡായിട്ട് ചൂസ് ചെയ്യുന്നതാണ്. അതേസമയം നിങ്ങൾ ഏരിയ ഓഫ് ഫിനാൻസ് ആ രീതിയിലൊക്കെ ഉള്ളൊരു ടോപ്പിക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഹെൽത്തിൽ തന്നെ ഫിനാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റ് ഇൻ ഫിനാൻസിനെ നിങ്ങൾക്ക് ഗൈഡായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് ശേഷം അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ഗൈഡിനെ മീറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് സിനോപ്സിസിൻ്റെ പ്രിപ്പറേഷനിലേക്കാണ് വരുന്നത്. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ. അപ്പോൾ ആ സിനോപ്സിസ് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതിൽ കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്താണ് നമ്മൾ ഈ ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു മേജർ കാരണം, വൈ വി നീഡ് ടു സ്റ്റഡി ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്നുള്ള റാഷണലെ വ്യക്തമാക്കണം. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, അതിൻ്റെ സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി ടു സ്റ്റഡി ദ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവാണ്. അല്ലെങ്കിൽ ടു എക്സ്പ്ലോർ, ഏതെങ്കിലും ഒരു ടോപ്പിക് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവാണ്. ടു അനലൈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഇപ്പോൾ ഹെൽത്ത് കെയർ സെക്ടറിൽ എന്തെങ്കിലും ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവാണ്. ടു ഇൻവെസ്റ്റിഗേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഡോക്ടർ, ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതും ഒരു ഒബ്ജക്റ്റീവാണ്. സോ ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് എടുക്കുമ്പോൾ ഈ രീതിയിൽ ആലോചിക്കുക, എനിക്ക് ആ ടോപ്പിക്കിൻ്റെ അതിനെക്കുറിച്ച് എന്ത് കാര്യം എക്സ്പ്ലോർ ചെയ്യാനാണ്, എന്ത് ഫാക്ടേഴ്സ് പഠിക്കാനാണ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് പഠിക്കാനാണോ, ഈ രീതിയിൽ ആലോചിക്കുക. എന്നിട്ട് അതിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ഒബ്ജക്റ്റീവായിട്ട് സ്റ്റേറ്റ് ചെയ്യുക. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതല്ല, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിൻ്റെ സാമ്പിൾസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫർദർ റിസർച്ച് മെത്തഡോളജി, അതായത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു റിസർച്ച് മെത്തഡോളജി ഉണ്ട്. ഏത് രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യും, ഏത് രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്ത് ഡാറ്റ കണ്ടെത്തും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പഠനം നടത്തുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്ത് അങ്ങനെയായിരിക്കും പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കുറേ സ്റ്റുഡൻസിനെ വിളിച്ചിരുത്തി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരെയായിരിക്കും നമ്മൾ ഡാറ്റ കണ്ടെത്തുന്നത്. ചിലപ്പോൾ നമ്മൾ കേസ് സ്റ്റഡി ആയിരിക്കും നടത്തുന്നത്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ്
റിസർച്ച് ഉണ്ട്. അപ്പോൾ പല രീതിയിലാണ് പലരും അവരുടെ ടോപ്പിക്കിന് അനുയോജ്യമായ രീതിയിൽ ആ രീതിയിലാണ് അവർ ഡാറ്റ കണ്ടെത്തുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ റിസർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നേച്ചർ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റ കളക്റ്റഡ്, അതേപോലെ തന്നെ ഏത് സെറ്റിങ്ങിലാണ് നിങ്ങളുടെ റിസർച്ച് നടക്കുന്നത്, അതേപോലെ തന്നെ എന്തെങ്കിലും പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ ഇതിൽ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ടാണോ ഈ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ സമയത്താണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ് ചെയ്യുക, രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് ചെയ്യുക, മൂന്നാമത്തെ ഘട്ടത്തിൽ എന്താണ് ചെയ്യുക, അങ്ങനെ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, അതായത് നമുക്ക് സ്റ്റുഡൻസിനെ കുറിച്ച് പഠിക്കണം, സ്റ്റുഡൻസിൻ്റെ ഹെൽത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും പോയിട്ട് ഒരു 65+ ഏജുള്ള ആൾക്കാരെ അല്ലല്ലോ. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ടായിരിക്കും പഠിക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 5-6 പെർട്ടിക്കുലർ സ്കൂൾസിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും പഠിക്കുക. ഒരു ലൊക്കാലിറ്റിയിലെ സ്കൂൾസിനെ ഒരു ലൊക്കാലിറ്റിയിലെ സ്കൂൾസിനെ ബേസ് ചെയ്തായിരിക്കും പഠിക്കുക. അപ്പോൾ അത് നമ്മളങ്ങനെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യണം. പിന്നെ എന്തൊക്കെ മെത്തേഡ്സ് വഴിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എങ്ങനെ ഫെർദർ അനലൈസ് ചെയ്യും. അപ്പോൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പം ക്വസ്റ്റനെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ yes or no ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൊടുക്കുക. ഇപ്പോൾ ചിലർ സ്കെയിൽസിൽ ഇൻ്റർവ്യൂ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ 1 to 5 ചോദിച്ച ക്വസ്റ്റ്യനുകൾക്ക് റേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊരു പ്രത്യേക രീതിയിൽ അനലൈസ് ചെയ്യും. പിന്നെ ഡാറ്റയൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ചിലർ ഫ്രീക്വൻസി ടേബിൾസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചാർട്ട്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് മെത്തേഡ്സിലൂടെയൊക്കെ അനലൈസ് ചെയ്യും. സോ ഏത് രീതിയിലാണ് ഈ ഡാറ്റ അനലൈസ് ചെയ്യുക, ഫൈനലി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സിലേക്ക് വേണ്ടിയിട്ട് റിസൾട്ട്സ് കണ്ടെത്തുക, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും അതിലും കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നതും അല്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെസിഫർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റേഷൻസും നമ്മൾ കൃത്യമായിട്ട് പറയണം. നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. സോ ദിസ് ഏരിയ നീഡ്സ് ടു ബി സ്റ്റഡീഡ് അഗെയിൻ. ഓക്കെ, ആ രീതിയിലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ പറഞ്ഞു വെക്കണം. ഇനി ഈ രീതിയിലെല്ലാം നമ്മൾ കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഒരു പെർഫോമ ഫോർ അപ്രൂവൽ ഓഫ് സിനോപ്സിസ് എന്ന് പറഞ്ഞ് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് ഒരു ഡോക്യുമെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ഫ്രണ്ട് കവർ ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട് കവറിൻ്റെ ഫോർമാറ്റ് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ആ ഒരു പെർഫോമ കാണാം. ടുവേർഡ്സ് ദി എൻഡ് അത് തന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ ഇതാണ് പെർഫോമ ഫോർ അപ്രൂവൽ ഓഫ് ദി പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ എന്താണോ ആ ഒരു എൻറോൾമെൻറ്റ് നമ്പർ എഴുതുക. ഈ ഒരു പേജ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക, എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ ഏതാണ്, റീജിയണൽ സെൻറ്റർ കൊച്ചിയാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എഴുതുക. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതല്ല. പ്രൊജക്റ്റ് പ്രപ്പോസൽ നമ്പർ എന്ന് പറയുന്നത് റീജിയണൽ സെൻറ്ററിൽ നിന്ന് തരുന്നതാണ്. സബ്ജക്റ്റ് ഏരിയ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റ് ഏരിയ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ MBA നിങ്ങളുടെ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആ രീതിയിൽ മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ ഓഫ് ദി പ്രൊജക്റ്റും എഴുതാവുന്നതാണ്. പിന്നെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, അഡ്രസ് ഓഫ് ദി സ്റ്റുഡൻറ്റ്, പിന്നെ ഇമെയിൽ അഡ്രസ്സ്, ടോപ്പിക് ഓഫ് ദി പ്രൊജക്റ്റ്, അതിനുശേഷം നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സൂപ്പർവൈസർ. ആരെയാണ് നിങ്ങൾ സൂപ്പർവൈസറായിട്ട് എടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് എഴുതുക. ഈസ് എ സൂപ്പർവൈസർ ആൻഡ് അക്കാഡമിക് കൗൺസിൽ ഓഫ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ഇഗ്നോ. അതായത് MBA പ്രോഗ്രാമുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇഗ്നോയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ ഗൈഡ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. ആണെങ്കിൽ yes എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ no എന്ന് കൊടുക്കുക. ഇനി ആ പ്രൊജക്റ്റ് ഗൈഡ് ഇഗ്നോയുടെ സൈഡിൽ നിന്നാണെങ്കിൽ കോഡ് ഓഫ് ദി സ്റ്റഡി സെൻറ്റർ, ആ ഒരു അക്കാഡമിക് കൗൺസിലർ ഏത് സ്റ്റഡി സെൻറ്ററുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരുടെ ആ ഒരു കോഡും കൂടി നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലറോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. അല്ലാത്ത ആളുകൾ അത് ജസ്റ്റ് ലീവ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബീയിങ് ഗൈഡഡ്, അതായത് 5 കൂടുതൽ സ്റ്റുഡൻസ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മളവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഗൈഡ് ചെയ്യുന്നത്. പിന്നെ സിഗ്നേച്ചർ ഓഫ് ദി സ്റ്റുഡൻറ്റും സിഗ്നേച്ചർ ഓഫ് ദി സൂപ്പർവൈസറും അതിൻ്റെ ഡേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. ഇനി അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് ഡു നോട്ട് ഫോർഗെറ്റ് ടു എൻക്ലോസ് എ സിനോപ്സിസ് ഓഫ് ദി പ്രൊജക്റ്റ് ആൻഡ് ബയോഡാറ്റ ഓഫ് ദി സൂപ്പർവൈസർ. ഇൻ കേസ് എ കംപ്ലീറ്റ് ആൻഡ് സൈൻഡ് ബയോഡാറ്റ ഓഫ് ദി സൂപ്പർവൈസർ ഇസ് നോട്ട് എൻക്ലോസ്, ദി പ്രപ്പോസൽ വിൽ നോട്ട് ബി എൻട്രെയിൻഡ്. സോ നമ്മൾ കൃത്യമായിട്ട് ബയോഡാറ്റ ഇല്ലാതെയാണ്, സൂപ്പർവൈസറുടെ ബയോഡാറ്റ ഇല്ലാതെയാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
നമ്മുടെ അത് അപ്രൂവൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് ഇഗ്നോയുടെ സൈഡിൽ നിന്ന് അവർ നമ്മുടെ ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിനോപ്സിസ് അപ്രൂവ്ഡ് എന്ന് തരും. അതേപോലെ തന്നെ സൂപ്പർവൈസർ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് അതിൻ്റെ ഒരു മെയിൽ കോപ്പിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരും. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഓക്കെ എനിക്ക് ഈ പ്രോജക്റ്റ് ടോപ്പിക്കുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ധൈര്യമായിട്ട് മുന്നോട്ട് നിങ്ങളുടെ റിസർച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതും. അപ്പോൾ ഈ സിനോപ്സിസിൻ്റെ മെയിലായിട്ട് കോപ്പി വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടുകയോ ചെയ്യുന്ന അവസരത്തിൽ അത് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് സൂക്ഷിക്കുക. കാരണം നമ്മൾ ഫൈനൽ പ്രൊജക്റ്റ് വെക്കുന്ന സമയത്തും ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ആരാണ് നിങ്ങളുടെ ഈ പ്രപ്പോസൽ ഇവാലുവേറ്റ് ചെയ്തത് അവരും ഇവിടെ കൃത്യമായിട്ട് സൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ് തരുന്നതാണ്. മാത്രമല്ല ഇവിടെ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ നമ്പർ ഈ പെർഫോമയുടെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ അവർ അസൈൻ ചെയ്ത് തരുന്നതാണ്. ആ നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് സിനോപ്സിസിൻ്റെ ഒരു ഫ്രണ്ട് പേജായിട്ട് നമുക്ക് വെക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ എഴുതി ടൈപ്പ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, റാഷണൽ ഒബ്ജക്റ്റീവ്സ്, റിസർച്ച് മെത്തഡോളജി ഒക്കെയുള്ള ആ ഒരു പർട്ടിക്കുലർ ഷീറ്റ് സിനോപ്സിസ് നമ്മൾ ടൈപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റും കൂടി വെക്കുക. അതിനുശേഷം നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാവേണ്ടതാണ്. സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ട അഡ്രസ്സ് ഓൾറെഡി തന്നിട്ടുമുണ്ട്. ഓക്കെ, സോ സബ്മിഷൻ ഓഫ് സിനോപ്സിസ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബയോഡാറ്റ ഓഫ് ദി ഗൈഡ് വെക്കണം, പിന്നെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ ടൈറ്റിൽ ഓഫ് ദി പ്രൊജക്റ്റ് ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി സൂപ്പർവൈസർ, സ്റ്റുഡൻറ്റ് ബീങ് ഗൈഡഡ് ഫോർ MHHP 021, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊജക്റ്റ്